3 പതിറ്റാണ്ട് കാലത്തിനിടയ്ക്ക് തന്റെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധാരണയോടുകൂടെ വിവരമില്ലാത്ത സാധാരണക്കാരായ ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ തെറ്റിദ്ധരിച്ച് അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള സാഹചര്യം സംജാതമായപ്പോൾ അത് പരസ്പരം പൊറുക്കുവാൻ പാണക്കാട് ശിഹാബ് തങ്ങളും പാപ്പയും ശൈഖുന കാന്തപുരം ഉസ്താദും തയ്യാറായപ്പോൾ അതിന്റെ അനുരണങ്ങൾ ഈ സമുദായത്തിന് ഗുണകരമായി ഭവിച്ചു. അങ്ങനെ സാമുദായിക നേതാക്കളുമായി വ്യക്തിബന്ധം പരസ്പരം അടുപ്പവും സ്ഥാപിക്കുവാൻ കാന്തപുരം ഉസ്താദും ആ നേതാക്കളും തയ്യാറായി. അക്കാര്യം ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുറന്നു പറയുന്നുണ്ട്. കാന്തപുരം ഉസ്താദുമായുള്ള ബന്ധങ്ങള്, മർക്കസിന്റെ സേവനങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും കേരളത്തില് ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഇറക്കിയ സ്ഥാപനമാണ്, യാതൊരു സംശയവുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, അതിന്റെ സംഭാവന വലുത് തന്നെയാണ്. മാത്രമല്ല അനവധി ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുമുണ്ട്. ഞങ്ങൾ അതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് സുന്നികൾ തന്നെയാണ്. ഞാൻ സുന്നിയാണ്, സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഉണ്ട്. പ്രവർത്തനങ്ങളെയും രീതികളൊക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ അദ്ദേഹം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും ആ സുഹൃത്ത് ബന്ധം, വ്യക്തിപരമായ സുഹൃത്ത് ബന്ധം മാത്രമായി നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സമൂഹത്തിന് പ്രയോജനപ്പെടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഒഴിവാകണം എന്നുള്ള നിലക്ക്. എന്റെ പ്രിയപ്പെട്ട ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യരായ ഉമറാക്കളോട്, പ്രഗത്ഭരായ സാമുദായിക നേതാക്കളോട് സ്നേഹത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സമുദ്യമത്തിൽ നിന്ന് ഇനി ആരും പുറംതിരിഞ്ഞു നിൽക്കരുത്. അത് ഈ സമുദായത്തിന് ഗുണകരമല്ല. എന്നാൽ ഈ ആദർശ പൊരുത്തമുള്ള കൂട്ടായ്മ, ആദർശയോജിക്കുള്ള ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും ഉമറാക്കളുടെയും കെട്ടുറപ്പ്, ആ കെട്ടുറപ്പായിരുന്നു 1920-കൾക്ക് മുമ്പുള്ള സാമുദായിക കൈരളിയുടെ ശക്തി. ആ കെട്ടുറപ്പിൽ നിന്ന് സമുദായത്തെ ഭിന്നിപ്പിച്ച് ശിഥിലീകരിച്ചതിന്റെ ആധികാരിക അവകാശികൾ KM മൗലവിയും അനന്തിരവന്മാരുമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ആദർശയോജിപ്പുള്ള ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും യോജിപ്പിന് കൂട്ടമായ പിന്തുണയും നേതൃത്വവും നൽകി. അങ്ങനെ ശൈഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെക്കുറിച്ച് സമൂഹം ഇന്ന് പ്രതീക്ഷയോടെ വിലയിരുത്തുകയാണ്. കേരള നിയമസഭയിലെ അടക്കവും പഴക്കവും ചെന്ന MLA ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എത്രയോ ഹൃദയഹാരിയാണ്. അദ്ദേഹം പറയുന്നത്, ശൈഖുന കാന്തപുരം ഉസ്താദ് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും നേതൃത്വം ഏറ്റെടുത്ത് ആ മുസ്ലിം സംഘടനകളെ മുഴുവനും ഒന്നാക്കി ആദർശപരമായ യോജിപ്പിൽ അവരെ കെട്ടിയുറപ്പിച്ചു നിർത്തി ആ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുവാൻ, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക്, ലോക മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആധികാരിക പണ്ഡിതനാണ്, സംഘാടന പാഠവുമുള്ള പണ്ഡിത പ്രതിഭയാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന ആര്യാടൻ മുഹമ്മദ് സാഹിബിന്റെ വാക്കുകൾ. അംഗീകരിക്കാത്തവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഇതിനുണ്ടായി എന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം സംഘടനകൾ ഇന്നല്ലെങ്കിൽ നാളെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങൾ കേരളത്തിൽ മുന്നോട്ടു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒരുമിച്ച് നിർത്തി ഒന്നിച്ച് ഒരേ കൂട്ടായ്മയോടുകൂടി കൊണ്ടുപോകാനുള്ള ശ്രമം ഉസ്താദിന്റെ ഭാഗത്തു നിന്നുണ്ട്. അല്ലാഹു അതിനനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആണ്ടിലുമെന്നല്ല ഞാൻ പറയുന്നത്, ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും വളർന്നു വരുന്ന പ്രസ്ഥാനമാണ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം എന്നുള്ളതിൽ എനിക്ക് സംശയവുമില്ല. ഇതിനെല്ലാ വിധത്തിലുള്ള വിജയം കൈവരിക്കാനും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും ഉസ്താദിന് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് കാന്തപുരം എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് അനാഥനായി ജനിച്ചു വളർന്ന്
ഈ കാക്കാരന്തൂരിലെ കർമ്മമണ്ഡലങ്ങളെ തന്റെ ആസ്ഥാനമായി തെരഞ്ഞെടുത്ത് ഒരു സെക്കുലർ സമൂഹത്തിലെ ഇതര ജനവിഭാഗങ്ങളുടെ വെറുപ്പുകളും വിദ്വേഷങ്ങളും ഏറ്റുവാങ്ങാതെ സ്നേഹസമൃദ്ധമായ സാമൂഹിക അന്തരീക്ഷം സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഒരു സമുദായത്തിന്റെ അസ്തിത്വ വീണ്ടെടുപ്പിന് വേണ്ടി കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനങ്ങൾ കേരളീയ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലേക്ക് മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലേക്ക് മാത്രമല്ല കാന്തപുരം ഉസ്താദ് ഉയർത്തപ്പെട്ടത്. ആ പണ്ഡിത മഹാന്റെ കൃത്യമായ നവോത്ഥാനവധി വഴികളിൽ നിന്ന് ആഗോള സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അന്താരാഷ്ട്ര തലങ്ങളിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉണർവിന്റെയും നവജാഗരണത്തിന്റെയും യഥാർത്ഥ പിൻഗാമികളായി കടന്നുവന്ന നേതാക്കളിൽ എണ്ണപ്പെടുന്ന പണ്ഡിതനാണ് ഇന്ന് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. തന്നെ അന്താരാഷ്ട്ര വേദികളിൽ നടക്കുന്ന ഇസ്ലാമിക കൂട്ടായ്മകളിൽ, മുസ്ലിം സമ്മേളനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്ന പണ്ഡിതൻ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. അറിയില്ലേ നിങ്ങൾക്ക്, എല്ലാ വർഷവും ഈജിപ്തിലെ കൈറോവിൽ അവിടുത്തെ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര വേദികളിലെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം സംഘടനകൾ, മുസ്ലിം നേതാക്കൾ ക്ഷണിക്കപ്പെടുന്ന സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പതാക മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പ്രതിനിധീകരിക്കുന്ന ഏക മുസ്ലിം പണ്ഡിതൻ ശൈഖുനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. ആഗോളതലത്തിൽ മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിനെ ടെററിസമായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതര മതസ്ഥർ മുസ്ലിം സമൂഹത്തെ കൂടുതൽ അകൽച്ചയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് തിരുത്തുവാൻ വേണ്ടി നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര വേദികളിൽ സംഘടിപ്പിക്കപ്പെടുന്ന സർവമത സമ്മേളനങ്ങളിൽ ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരോടുകൂടെ, അന്താരാഷ്ട്ര തലങ്ങളിലെ ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരോടുകൂടെ പങ്കെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സുതാര്യതയും സമത്വവും സ്നേഹവും വളരെ സരളമായി അവതരിപ്പിക്കുവാൻ, പ്രബന്ധങ്ങളായി പ്രഭാഷണങ്ങളായി അവതരിപ്പിക്കുവാൻ നിയോഗിക്കപ്പെടുന്നതും ക്ഷണിക്കപ്പെടുന്നതും ഇന്ത്യയിൽ നിന്ന് കടന്നു വരുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ ശൈഖ് അബൂബക്കർ എന്ന് പറയുന്ന ശൈഖുനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകുമ്പോൾ ആ സമസ്തയാണ് രാജ്യത്തെ മുസ്ലിങ്ങളെ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് അകറ്റി നിർത്തിയത് എന്ന് ഇന്നും ബാലിശമായ വാദങ്ങൾ ഉയർത്തി കവലകളിൽ ചന്തകൊട്ടുന്ന കേരളീയ വഹാബികൾ, ആ വഹാബികൾക്ക് നേതൃത്വവുമായി കടന്നുവന്ന KM മൗലവി, ആ KM മൗലവിക്ക് അറബിയും അറബി മലയാളവും അല്ലാത്ത എത്ര ഭാഷ അറിയാമെന്നത് ഇന്നും കേരളത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എന്നാൽ 1926 ഞങ്ങളുടെ ആത്മീയ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങള്, നേരത്തെ ഞാൻ CH അലവി ഹാജിയുടെ കഥ പറഞ്ഞതുപോലെ, തസ്ബീഹുമാലയും തന്റെ സംസ്കാരങ്ങളും തന്റെ വെള്ളവസ്ത്രങ്ങളുമൊന്നും നാട് മുഴുവൻ കുത്തിയൊലിച്ചു പോയപ്പോഴും അതിൽ ആ കുത്തിയൊലിച്ചിൽപ്പെടാതെ പിടിച്ചുനിന്ന അദ്ദേഹത്തിന്റെ ബഹുഭാഷാ പാണ്ഡിത്യങ്ങളും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസങ്ങളും ഇന്നടവണ്ണയിൽ ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ് ചരിത്രത്തിന്റെ വഴികൾ. 1926 സമസ്തക്ക് ജന്മം നൽകിയ വരക്കൽ മുല്ലക്കോയ തങ്ങള് ഇംഗ്ലീഷും ഉറുദുവും പാരിസിയും ഉൾപ്പെടെയുള്ള 5ഓളം വരുന്ന ഭാഷകളിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു. അക്കാലഘട്ടത്തിലെ ഇസ്ലാമിക ഭരണകൂടമായ അറക്കൽ രാജവംശത്തെ ആഗോള മുസ്ലിം രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിരുന്ന അംബാസഡറായിരുന്നു, കണ്ണിയായിരുന്നു അന്നത്തെ വരക്കൽ മുല്ലക്കോയ തങ്ങളെങ്കിൽ, ആ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ലക്ഷണമൊത്ത പിൻഗാമിയായി അഹ്ലുസുന്നയുടെ ആദർശരഥത്തിൽ കയറി വന്ന ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇന്ന് ഇന്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആഗോള മുസ്ലിം രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന കണ്ണിയാണ്. മൊറോക്കോ ഭരണാധികാരിയുടെ മുമ്പിൽ, സൗദി അധിപന്മാരുടെ മുമ്പിൽ, യമനിലെയും ഖത്തറിലെയും വിവിധങ്ങളായ ഇസ്ലാമിക രാജ്യങ്ങളുടെയും അധികാര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സന്തോഷങ്ങളും സന്താപങ്ങളും പങ്കുവെക്കാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആ ഇതര രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള കണ്ണിയും അംബാസഡറുമായി ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാത്രമല്ല, ഇന്ന് അന്താരാഷ്ട്ര വേദികളിൽ എന്ന് മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങളിലെ പത്രങ്ങളിൽ, ആ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ മുസൽമാന്റെ അഭിമാന തേജപുഞ്ചമായ ഒരു പണ്ഡിതൻ ഇന്ന് ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. അറേബ്യൻ പത്രങ്ങളിലൂടെ ശൈഖ് അബൂബക്കർ അഹമ്മദായി, ഐതാമുകളുടെ പിതാവായി, ഇന്ത്യയിലെ സമുദ്ധാരകനായി, ഇന്ത്യയിലെ യഥാർത്ഥ നവോത്ഥാന
നവോത്ഥാന പടയാളിയായി പരിചയപ്പെടുത്തുന്ന ഏക മുസ്ലിം പണ്ഡിതന് ഹദ്ദാദും റാത്തീബും ജീവിതത്തിന്റെ പതിവ് ശൈലിയായി സ്വീകരിച്ച അഭിവന്ദ്യരായ ഞങ്ങളുടെ ഗുരുവര്യർ ശൈഖുനാ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രവർത്തനം ഇന്ന് ആഗോള സമൂഹത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് മുസ്ലിം ആഗോളതലത്തിലെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് കാന്തപുരം ഉസ്താദിനെ പരിചയപ്പെടുത്തുവാൻ 1000 നാക്കാണ്. കാന്തപുരം ഉസ്താദിനെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല പരിചയം, ഇന്ത്യയിലെ ദേശീയ നേതാക്കൾക്ക് മാത്രമല്ല പരിചയം, ആഗോളതലത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ഇന്ന് കാന്തപുരം ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത് ഒരു മഹത്തായ നവോത്ഥാന നായകനായിട്ടാണ്. നമുക്കറിയാം അറേബ്യൻ രാജ്യത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ബഹുമാന്യനായ സയ്യിദ് അലവി മാലിക്കി മക്ക. അദ്ദേഹം പറയുന്നത് ഒരു സെക്കുലർ സമൂഹത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വ വീണ്ടെടുപ്പിന് വേണ്ടി ആത്മീയ രഥത്തിലേറി ശൈഖുനാ കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രവർത്തനത്തെ പൂർവികരായ സലഫു സാലിഹീങ്ങളുടെ വഴിയായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അതേ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന ആത്മീയതയുടെ അടിത്തറവാകപ്പെട്ട സാമൂഹ്യ വിപ്ലവം മഹ്ദൂമങ്ങളിലൂടെ മമ്പുറന്തങ്ങളിലൂടെ ആലിമുസ്ലിയാരിലൂടെ വെളിയങ്കോട് മർക്കാദിയിലൂടെ കൈമാറപ്പെട്ട ആധ്യാത്മികധാരയുടെ നവോത്ഥാന വിപ്ലവം അതിന്റെ പിന്തലമുറക്കാരനാണ്. അത്തരം പൂർവീകരുടെ മാതൃക സ്വീകരിച്ച ഇന്ത്യയിലെ പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ് എന്ന് വിശുദ്ധ മക്കയിലെ വഫാത്തായി പോയ പ്രഗത്ഭനായ പണ്ഡിതൻ സയ്യിദ് അലവി മാലിക്കി മക്ക സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാഹു അക്രമക്കും ബിഹിം അഖൂന ഫില്ലാഹ് വഹുവ المجاهد في سبيل الله هذا الشيخ الجليل الشيخ أبو بكر ابن أحمد الباقوي، وهو رجل رأينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الأئمة السابقين من السلف الصالحين رضي الله عنهم أجمعين. കേരളത്തിന്റെ കവലകളിൽ കലഹം വെക്കുന്ന കേരളീയ വഹാബികൾ അവരല്ല മുജാഹിദുകൾ, അവർ നിഷേധികളാണ്. ആധ്യാത്മികധാരയെ നിഷേധിച്ച നശീകരണ വിപ്ലവകാരികളാണ്. ലോകം തിരിയുന്നവർ പറയുന്നത് കേട്ടോ. സയ്യിദ് അലവി മാലിക്കി മക്ക സാക്ഷ്യപ്പെടുത്തുകയാണ്, അല്ലാഹു അക്രമക്കും ബിഹി, ശൈഖ് അബൂബക്കറിനെ കൊണ്ട് അല്ലാഹു നിങ്ങളെ ആദരിച്ചതാണ് എന്ന് അവരുടെ ശിഷ്യന്മാരുടെ അവകാശവാദങ്ങളല്ല, അനുയായികളുടെ പാടിപ്പുടയ്ത്തലല്ല, ലോക പണ്ഡിതൻ സയ്യിദ് അലവി മാലിക്കി മക്കയുടെ സാക്ഷ്യപ്പെടുത്തല. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഹുവ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്, യഥാർത്ഥ ഇസ്ലാമിക നവോത്ഥാന പോരാളി അത് ശൈഖ് അബൂബക്കറാണ്. യുഎഇയിലെ പ്രഗത്ഭനായ നിയമോപദേഷ്ടാവ് ബഹുമാന്യനായ സയ്യിദ് അലിയുൽ ഹാഷിമി, അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ വൈജ്ഞാനിക വിപ്ലവത്തെയാണ് വിലയിരുത്തുന്നത്. വിജ്ഞാന വഴികളിൽ പ്രകാശം പരത്തിയ അതുല്യനായ നേതാവായി കാന്തപുരം ഉസ്താദിനെ വാനോളം പുകഴ്ത്തുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളും ശിഷ്യന്മാരുമല്ല, യുഎഇയിലെ നിയമോപദേഷ്ടാവ് സയ്യിദ് അലിയുൽ ഹാഷിമിയാണ്. هذا اللقاء وهذا الاجتماع الذي نفتتحه اليوم والذي قام بهمة وجدية واجتهاد أخينا في الله الشيخ الفاضل الشيخ أحمد أبو بكر، إنما هو لقاء قرآني كريم. لقد وهب هذا الرجل جل اهتمامه بعد أن تضلع بعلوم الشرع الشريف على العلماء الأجلاء، أبى إلا أن يكون شجرة باسقة تطاول الأشجار الذي سبقته وتؤتي أكلها ثمرا طيبا في كل حين. ഇറാഖി പണ്ഡിതനായ ശൈഖ് റിഫായി, ആ പണ്ഡിതൻ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കരുത്, കാന്തപുരം ഉസ്താദിനെ ലക്ഷക്കണക്കായ മലയാളികൾക്കറിയാമുള്ളൂ എന്ന് വിലപിക്കുന്ന വഹാബി മൗലവിയോട് തിരുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ലക്ഷക്കണക്കായ മലയാളികൾക്കിടയിൽ മാത്രമല്ല, ഭൂമുഖത്ത് ഉപഭൂഖണ്ഡങ്ങളിൽ മുസ്ലിം സാമുദായിക അകത്തളങ്ങളിൽ ഈ രാജ്യത്തിൽ നിറയുന്ന ഏക പണ്ഡിതനുണ്ടെങ്കിൽ അത് ശൈഖുനാ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരാണ്. നിങ്ങൾക്ക് പറയുന്നത് സുൽത്താനുൽ ഉലമ, അന്താരാഷ്ട്ര തലങ്ങളിലെ സമകാലിക മുസ്ലിം പണ്ഡിതരിലെ രാജാവാണ് ശൈഖുനാ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ.
نعطي لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى لتبليغ سنة رسول الله عليه الصلاة والسلام. അദ്ദേഹം പറഞ്ഞത് അഹ്ലുസുന്ന വൽ ജമാഅ വഹാബി തബ്ലീഗിന് അങ്ങാടിയിൽ വിവരമില്ലാത്ത ജാഹിൽ എന്ന തബ്ലീഗല്ലതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആഗോള തബ്ലീഗ്, ആഗോള ദഅവത്ത്, ആ ദഅവത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത പണ്ഡിതന്മാരുടെ മശായിഖുമാരുടെ ശൈഖാണ് കാന്തപുരം ഉസ്താദെന്ന്. ഓ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമുക്ക് എന്തിനാണ് ഒരു കള്ളത്വരീക്കത്ത്? എന്തിനാണ് നമുക്ക് കള്ള മശായിഖുമാര്? ആധുനിക സമൂഹത്തിലെ നമ്മുടെ ആത്മീയ ഗുരുക്കള് നമുക്ക് തർബിയത്ത് നൽകുന്ന ശൈഖുമാരാണ്, അഥവാ ഗുരുനാഥന്മാരാണ്, ഉസ്താദുമാരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കാന്തപുരം ഉസ്താദിനെ കവലകളിലൂടെ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്ത് പുകയ്ക്കുമ്പോ ഖമറുലുലമ എന്ന് പറയുമ്പോ, സുൽത്താനുലുലമ എന്ന് പറയുമ്പോ, ശൈഖുസ്സമാൻ എന്ന് പറയുമ്പോ, കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ സ്വന്തം ഓഫീസുകളിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന പദപ്രയോഗങ്ങളല്ല അതെ. ആഗോള മുസ്ലിം പണ്ഡിതന്മാര് ആ പണ്ഡിതന്റെ പ്രവർത്തനങ്ങൾ കടിവരയിട്ടുകൊണ്ട് നൽകിയ ഓമന പേരുകളാണ്. സയ്യിദ് അബ്ബാസ് അലവി മാലിക്കി മക്ക ഈ വിദേശ രാജ്യങ്ങളിൽ സൗദിയിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ ഖമറുലുലമായ അഭിസംബോധനം ചെയ്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കവലയിലെ മുസ്ലിങ്ങളെ മറന്നുപോകരുത്. ഉച്ചത്തമുല്ലക്ക് മണമില്ലെന്ന് പറഞ്ഞതുപോലെ സങ്കുചിത മനസ്സുകൊണ്ട് ആ നവോത്ഥാന പോരാളിയിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കല്ല. അദ്ദേഹം പറയുന്നത് സമസ്തക്കൂബിക്കും ശൈഖിക്കോ, നിങ്ങളെ ദീന് നിങ്ങൾ മുറുകെ പിടിക്കുക. ആ ദീനിന് ആത്മീയമായി നേതൃത്വം നൽകുന്ന നിങ്ങളുടെ ശൈഖുണ്ടല്ലോ, ഗുരുവര്യരുണ്ടല്ലോ, പണ്ഡിതനുണ്ടല്ലോ, ശൈഖ് അബൂബക്കർ. ആ ശൈഖ് അബൂബക്കറിനെ മുറുകെ പിടിച്ചോളൂ. അദ്ദേഹം മുജാഹിദും ഫീ സബീലില്ല. അദ്ദേഹമാണ് ആധുനിക മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന പേരാളി എന്ന് മാറിക്കിടുന്നത് സയ്യിദ് അബ്ബാസ് അലി മാലിക്കി മക്കയ. البخاري ومن العجائب أن البخاري قلبه في كيرلا وجسمه في بخارى. ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر، والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء. فنشكر الله الذي جمعنا بهذه الكوكبة من العلماء ومن طلاب العلم، ونرجو منكم أيها الإخوان أن تتمسكوا بالدين وتتمسكوا بشيخكم الشيخ أبو بكر، فإنكم لو طفتم الهند لم تتحصلوا على رجل مجاهد للعلم مثل الشيخ أبو بكر. ونحن بهذه المناسبة نهلل تهليل ഇടവണ്ണത്തെയും പുളിക്കലിലെയും ഒന്നേകാലിന്റെ മുജാഹിദ് മൗലവിയല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആഗോള മുസ്ലിങ്ങളുടെ ആധുനിക സമുദ്ധാരകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളല്ല, ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാരാണ്. വന്യവയോധികരായ ശൈഖുന, താടിയും മുടിയും നരച്ച് 70 മിനിറ്റ വന്യവയോധികരായ പണ്ഡിത പ്രതിഭ, ത്യാഗത്തിന്റെ തേരോട്ടത്തിലോ തന്റെ കർമ്മശേഷി. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, യുവജന സംഘത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ യൂണിറ്റ് മീറ്റിംഗുകളിൽ, നമ്മുടെ പഞ്ചായത്ത് സെക്ടർ തല കൺവെൻഷനുകളിൽ, ക്യാമ്പുകളിൽ, പലപ്പോഴും നമ്മുടെ യുവത്വത്തിന്റെ തുടിപ്പിലോ ജീവിത ചുറ്റുപാടുകളിൽ ആ ഹിദ്മകളിൽ നമുക്ക് പങ്കെടുക്കാൻ കുറവ് വരുന്നുണ്ടോ? നമ്മുടെ യുവത്വത്തെ വെല്ലുവിളിക്കുകയാണ് ശൈഖുന, നമ്മുടെ കർമ്മശേഷിയെ ചോദ്യം ചെയ്യുകയാണ് ശൈഖുന. 24 മണിക്കൂറും തന്റെ വാർദ്ധക്യത്തെ വകവെക്കാതെ കർമ്മോത്സുകനായി ഉമ്മത്തിന് വേണ്ടി കർമ്മ പടയോട്ടം നടത്തുന്ന ശൈഖുനയുടെ ആ പോരാട്ട വീര്യം യമനിലെ ഉമർ
കാമിലി എന്ന് പറയുന്ന പണ്ഡിതനെ അതിശയപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് യുവാക്കളെ പോലും ലജ്ജിപ്പിക്കുന്ന കർമ്മശേഷി, ആ കർമ്മശേഷിക്ക് വേണ്ടി, ആ സ്ഥിരോത്സാഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് യമനിലെ പണ്ഡിതനായ ഉമർ കാമിലിയാണ്. കാമിൽ മുആദല പ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. واليوم يسعدني أن أسلم الرجل الفاضل الذي سعى وراء كل هذه الإنجازات التي ترونها، الرجل الذي نسأل الله أن يمد في عمره مع الصحة والعافية والتوفيق والغنى. آمين. الشيخ أبو بكر أحمد، الله أكبر، الذي بنشاطه وحرصه يخجل الشباب، فعلينا وعليكم معاشر الشباب أن تقتدوا بهذا الشيخ. والله لو كل منا عمل 10% مما قام به لكان حالنا أفضل حال. ആഗോളതലത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് മഖ്ദൂം ഉമർ. മമ്പുറന്തങ്ങളും ആലി മുസ്ലിയാരും മാലിക് ദീനാറും കേരളത്തിൽ നിന്ന് ആഗോള ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സാദാത്തുക്കളും പണ്ഡിതന്മാരുമാണെങ്കിൽ 20കൾക്ക് ശേഷം KM മൗലവി കൊന്നുകൊഴിച്ചു മൂടിയ ചരിത്രത്തിന്റെ കുഴിമാടങ്ങളിൽ നിന്ന് ആത്മീയതയുടെ ധന്യതയാർന്ന ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് അഭിവന്ദ്യനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഈ ഉമ്മത്തിനെ പിടിച്ചുകൊണ്ടുപോയി എന്നതാണ് 3 പതിറ്റാണ്ട് കാലത്തെ മർക്കസിന്റെ ഒരു തലത്തിലുള്ള വിജയം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, കേവലം 3-4 പണ്ഡിതന്മാര് മാത്രമല്ല, ആഗോളതലത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അന്താരാഷ്ട്ര നേതൃപദവിയിലേക്ക് ആധികാരികമായി ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന പണ്ഡിതൻ ബഹുമാന്യനായ ശൈഖ് അബൂബക്കറാണ് എന്ന് മാത്രമല്ല, നമുക്കറിയാലോ മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാറുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ആധിക്യം ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇടപെട്ട പൊതുപ്രവർത്തകരെ പോലും പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മർക്കസിന്റെ സമ്മേളനത്തിൽ ഈജിപ്തിലെ ഏറ്റവും ലോകത്തറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയായ അൽഹർ അൽ അസർ യൂണിവേഴ്സിറ്റി, ഈജിപ്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പണ്ഡിതൻ, ആ പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ ഒരുപക്ഷേ മർക്കസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അറേബ്യൻ രാജ്യങ്ങളിലെ 8ഓളം വരുന്ന മുസ്ലിം രാജ്യങ്ങളിലെ അംബാസഡർമാർ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിലോ അത് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെയും കാരന്തൂർ മർക്കസിന്റെയും വിജയവിപ്ലവമാണെന്ന് അദ്ദേഹം കഴിഞ്ഞ 3 പതിറ്റാണ്ട് ഉയർത്തിപ്പിടിച്ച നവോത്ഥാന പ്രവർത്തനത്തിന്റെ വിജയവിപ്ലവമാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മർക്കസിന്റെ സമ്മേളനങ്ങളിൽ കടന്നു വരാറുള്ള ആഗോളതലത്തിലെ ബുദ്ധിജീവികൾ, അതുപോലെ രാഷ്ട്രനായകന്മാർ എല്ലാവരും കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം കൊണ്ട് അത്ഭുതം കൂറുകയാണ്. അതോടൊപ്പം ഈ രാജ്യത്തെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകന്മാർ സമ്മേളനത്തിലെ വിദേശ നേതാക്കളുടെയും മുസ്ലിം പണ്ഡിതന്മാരുടെയും സാന്നിധ്യം കണ്ടുകൊണ്ട് ഒരുപാട് തഴക്കവും പഴക്കവുമുള്ള പൊതുപ്രവർത്തകന്മാർ പോലും അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ മുൻ ലോക്സഭാ MP അഡ്വക്കേറ്റ് TK ഹംസ സാഹിബ്, അദ്ദേഹം കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികളുടെ ആധിക്യവും സ്വാധീനവും കണ്ടുകൊണ്ട് അദ്ദേഹം വാചാലമായി പറയുകയാണ്, ഈ കടന്നു വന്ന വിദേശ പ്രതിനിധികളുടെ പ്രാതിനിധ്യം കാന്തപുരം ഉസ്താദിന്റെ ആഗോള തലത്തിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് TK ഹംസ സാഹിബാണ്. ശൈഖുനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരുടെ അതിമഹത്തരമായ സേവനം തന്നെയാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് ധാരാളം മഹാന്മാർ, പണ്ഡിതന്മാർ, സാദാത്തുക്കളൊക്കെ ഈ സ്ഥാപനത്തിന് നൽകുന്ന പിന്തുണയും സഹകരണവും ഇതിനെ ഇന്ന് വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മഹാന്മാരായ വ്യക്തികൾ ഇതിൽ പങ്കെടുക്കാൻ വന്നു ചേർന്നത് തന്നെ ഇതിന്റെ വലിപ്പത്തിന് ഒരു അടിത്തറയാണ്. അദ്ദേഹം പറഞ്ഞത് മർക്കസ് സമ്മേളനത്തിൽ വരുന്ന വിദേശ പ്രതിനിധികളുടെ പ്രാതിനിധ്യം കാന്തപുരം ഉസ്താദിന്റെ ആഗോള സ്വാധീനം ബോധ്യപ്പെടുത്തുന്നു എന്നാണ്. പക്ഷേ 33ാം വാർഷികം ആഘോഷിക്കുമ്പോ അവിടെയല്ല കാര്യങ്ങളുള്ളത്. മർക്കസ് സമ്മേളനത്തിൽ വരുന്ന വിദേശികൾ മാത്രമല്ല, സാക്ഷാൽ വഹാബ്യാള സമ്മേളനത്തിൽ ഒരു വിദേശി വന്നാലും തിരയുന്നത് ശൈഖ് അബൂബക്കറിനെയാണെങ്കിൽ കൂട്ടരെ, നിങ്ങളുടെ നവോത്ഥാനം ചരിത്രത്തിന്റെ കവച
പച്ചകൊട്ടയിൽ കുഴിച്ചു മൂടാൻ സമയമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വെറുതെ പറയുകയല്ല. ഈ അടുത്ത കാലത്ത് ചങ്ങരംകുളത്ത് നമ്മുടെ വഹാബികളല്ല, വഹാബികൾ ഒരു സമ്മേളനം നടത്തുകയാണ്. ആ സമ്മേളനത്തിലേക്ക് UAE നിന്നൊരു വിദേശിയെ ക്ഷണിക്കുകയാണ്. ക്ഷണം അറബി സ്വീകരിച്ചു. കാരണം ക്ഷണിക്കാൻ പോണ വഹാബികളും ഇവിടെ സമ്മേളനം നടത്തുന്ന വഹാബികളും 2 പാസ്പോർട്ടിലാണ് നിൽക്കല്. എല്ലാ മൗലവിമാർക്കും 2 പാസ്പോർട്ടാണ്, വിദേശത്തേക്കൊന്നും സ്വദേശത്തേക്കൊന്നും. ആ തീയരോ നായരോ തിരിയാത്ത കസണ്ടി വെച്ചുള്ള പാസ്പോർട്ട് അത് കേരളത്തിക്ക. ഇവിടെ പല ജാതി ഉണ്ടല്ലോ. ആ തൊപ്പി വെച്ച തങ്ങന്മാരെ കോലം വിദേശത്തേക്ക. അങ്ങനെ തങ്ങളെ കോലത്തില്, ഇനി ബീവിയുടെ കോലത്തില്, അങ്ങനെ ബീവിയുടെ കോലത്തിലും അതുപോലെ നാടന്റെ കോലത്തിലും, ഇങ്ങനെ പല കോലത്തിലുള്ള പാസ്പോർട്ട്. സൺ ഓഫ് ഒന്നാണ്, പോസ്റ്റ് ഓഫീസ് ഒന്നാണ്, വഴി ഒന്നാണ്, പിൻകോഡ് നമ്പർ ഒന്നാണ്. പക്ഷെ ആള് മാത്രം 2 കോലത്തിലാണ്. അത് 2 അഭിനയങ്ങളാണ്. നോക്കിങ്ങള് ബീവിയുടെ കോല, ഇനി കൊല്ലാക്കാന്റെ കോലത്തില്, ഇങ്ങനെ പല കോലത്തിലും മൗലവിമാരെ നിങ്ങൾക്ക് കാണാം. 2 പാസ്പോർട്ട്. അതിൽ മാപ്പിള കോലത്തിലുള്ള പാസ്പോർട്ട് ആയിട്ടാ മൗലവിമാര് വിദേശത്ത് പോകല്. അപ്പോ ഇത് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ടീമാന്ന് കരുതി അറബികൾ ക്ഷണം സ്വീകരിക്കാറുണ്ട്. അങ്ങനെയാണ് പല വഹാബി സമ്മേളനത്തിലും അറബികൾ വന്നാല് നല്ല മൊല്ലാക്കാരെ തൊപ്പിയിട്ടിട്ട് വഹാബികൾ സ്റ്റേജുമ കുതിർക്കലുണ്ട്. ഇതുപോലെ പക്ഷേ ചങ്ങരംകുളം സമ്മേളനത്തിന് വന്നു അറബി. UAE അറബി സ്റ്റേജിലേക്കും സദസ്സിലേക്കും മാറി മാറി നോക്കി. പക്ഷേ ഒരു മാപ്പിള ജാതിന്റെ കോലത്ത് കൂടിയ യാതൊരു സുഖം അറബിക്ക് കിട്ടണില്ല. റേഞ്ച് അല്ല, ടവറന്നല്ലാത്ത കോലം. കാരണം മുന്നിൽ നോക്കിയിട്ട് കുറെ ഒടിഞ്ഞതും മുറിഞ്ഞതും കാണാനുള്ളത്. ഇതേതാ ടീം? അറബിക്ക് തീരെ റേഞ്ച് കിട്ടിയില്ല. ഉടനെ അറബി മനസ്സിലാക്കി ഇവിടെ സംസ്കാരം കൊണ്ട് ഏതാ ടീം എന്ന് അറിയുന്നില്ല. എന്നാ പിന്നെ രണ്ടാമത്തെ ഒരു അടയാളുണ്ട്. അതെന്താ? മലയാളികളുടെ ഇടയിൽ ഒരു മുസ്ലിം സമ്മേളനം നടക്കുമ്പോ അവിടെ ഷെയ്ഖ് അബൂബക്കർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അറബി ചോദിച്ചു, എവിടെ ഷെയ്ഖ് അബൂബക്കർ? മൗലവിമാരുടെ ചങ്കും കൊല്ലിയും വണ്ണം വെച്ചുപോയി. മൗലവിമാരോട് അറബി വിട്ടില്ല. അറബി പറഞ്ഞു, നിങ്ങൾ എന്നെ വേഗം ഷെയ്ഖ് അബൂബക്കറിന്റെ എത്തിച്ചോ, അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. പക്ഷേ കിട്ടിയ വണ്ടിക്ക് അറബിയെ കൂട്ടി മൗലവിമാർ മർക്കസിന്റെ ഗേറ്റിലെത്തി. ഇത് കഴിഞ്ഞിട്ട് കുറെ ആയി. പക്ഷേ നമ്മൾ അടുത്ത കാലത്തായിട്ട് പറയാൻ തുടങ്ങിയത്. ഇതുവരെ എന്തേ പറയാഞ്ഞത്? ഉസ്താദിന് അതൊന്നും അത്ര താല്പര്യമല്ല. ആരെയും ചെറുതാക്കുന്നത് ഇഷ്ടമില്ലാത്ത മനുഷ്യൻ, വിശാല മനസ്സിന്റെ ഉടമ. കാന്തപുരം ഉസ്താദിന്റെ ശൈലിയാണ് അത്. അദ്ദേഹം ആരെയും ചെറുതാക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹം ഈ ഉമ്മത്തിനെ വളർത്താൻ ശ്രമിച്ചു. അദ്ദേഹം ഈ രാഷ്ട്രത്തെ ഉയർത്താൻ ശ്രമിച്ചു. ഒരാളെയും തകർക്കാനോ ചെറുതാക്കാനോ സമയം ചെലവിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ശൈഖുനയെ അല്ലാഹു ഉയർത്തി. നാടാ ഇനിയും ഞങ്ങൾക്കത് ഉയർത്തിത്തരണേ അല്ലാ, വളർത്തിത്തരണേ അല്ലാ. ആ തണല് ഞങ്ങൾക്ക് നീ പരന്നുയർത്തിത്തരണേ അല്ലാ. പക്ഷേ സഹോദരന്മാരെ, മറ്റൊരു ചരിത്രം കൂടി കൂട്ടിച്ചേർക്കാനുണ്ടോ? കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലങ്ങളിൽ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടത്തെ ചെറുതാക്കാൻ ആയുസ് ചെലവഴിച്ച പലരും കേരളീയ സമൂഹത്തിലെ എടുക്കാച്ചരക്കുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതും ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. മുജാഹിദ് 2 കാരാണ്. അപ്പൊ എന്ത് ചെയ്തു? മറുഗ്രൂപ്പിലെ മുജാഹിദ് സമ്മേളനത്തിലെ കുറവ് നോക്കാൻ ചെന്നിരുന്നു. അവർ ഈ സംഗതി കാണുകയും അത് പറയുകയും ചെയ്തത് ഞാൻ കേൾപ്പിക്കുകയാണ്. UAE-യിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത UAE-യിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണമെന്ന് പറഞ്ഞത് അവസാനം കാരന്തൂരിലേക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ശരിയാണ്. വഹാബികള് വളരെ കുറച്ചേ സത്യം പറയാറുള്ളൂ. അതിൽപ്പെട്ടൊരു സത്യമാണ്, അനുഭവമാണ് അതിന് സാക്ഷി. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ, എന്താണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം? ഒരു പ്രവാചകൻ വന്നാൽ ആ പ്രവാചകന്റെ കാലഘട്ടത്തിലെ പ്രബോധിത സമൂഹം ആ പ്രവാചകനെ അറിയാതിരിക്കില്ല. ആ പ്രവാചകന്റെ ഇടപെടലായിരുന്നു അത്. ആ പ്രവാചകന്റെ പ്രവർത്തന ഫലങ്ങളായിരുന്നു അത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പിൻതലമുറക്കാരാണ് പണ്ഡിതന്മാർ. ആ വാചകത്തെ ശൈഖുന കാന്തപുരം ഉസ്താദ് അന്വർത്ഥമാക്കുകയാണ്. ആ പ്രാതിനിധ്യം പൂർവീക കാലത്ത് കൊണ്ടുപോയവരാരാണ്? ഭാരതന്മാരായ മാലിക് ദീനാർ തങ്ങളാണ്, മഖ്ദൂം തങ്ങളാണ്. അതേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതൊരു പേനത്തുമ്പുകൊണ്ടാണോ നിസ്കാരത്തിന്റെ സർപ്പും പറന്നും പഠിപ്പിച്ചത്,
രചിച്ചത്, ഏതൊരു പേനത്തുണ്ടുകൊണ്ടാണോ മൗലിദിന്റെ കിതാബ് രചിച്ചത്, ഏതൊരു പേനത്തുണ്ടുകൊണ്ടാണോ വിധൈകൾക്കെതിരെയുള്ള ആദർശ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്, അതേ പേനത്തുണ്ടുകൊണ്ട് മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടങ്ങൾ ആളിക്കത്തിക്കുന്ന കൃതികൾക്ക് ജന്മം നൽകിയ മഖ്ദൂമുമാരോ, രാഷ്ട്രപ്രബുദ്ധതയുടെ രാഷ്ട്രസ്നേഹത്തിന്റെ പാഠഭാഗങ്ങൾ മലബാറിലെ ജനതയിലേക്ക് കൈമാറിയ മഖ്ദൂം തങ്ങള്, അതായിരുന്നു ആത്മീയ പണ്ഡിത വഴികളിലെ മുൻഗാമികളോ. കാന്തപുരം ഉസ്താദ് അത് പാകപ്പെടുത്തി മാതൃകയായി മുന്നോട്ട് പോയി. കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിരാവിലെ കാന്തപുരം ഉസ്താദിന്റെ ബുഖാരി പാഠശാലയിൽ നിന്ന് തവസ്സുൽ ഇസ്തിഗാസയുടെ, മാനവീരുകളുടെ, അദാദറാത്തീനിന്റെ, കൂട്ടുപ്രാർത്ഥനയുടെ, ഖുനൂത്തിന്റെ ആധികാരികമായ വഴികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പവറുള്ള 6000-ഓളം വരുന്ന പണ്ഡിതന്മാരെ കേരളത്തിന്റെ, ഇന്ത്യയുടെ വിവിധ ദിക്കുകളിലേക്ക് കൈമാറി ആദർശത്തിന്റെ അസുരവിത്തുകളുമായി കടന്നു വരുന്ന അവാന്തര വിഭാഗങ്ങളിൽ നിന്ന് ഈ സമുദായത്തിന്റെ ആദർശമായിരത്തെ പരിരക്ഷിക്കുവാൻ പാകപ്പെടുത്തിയ 6000-ഓളം വരുന്ന പണ്ഡിതന്മാർ ഇവിടെയുള്ള കലഹവാദികളായ വഹാദികളുടെ മുന്നിൽ ഖണ്ഡനം നടത്താൻ, വാദപ്രതിവാദം നടത്താൻ, നൂറുകണക്കായ ജനകീയ വിചാരണകളിലൂടെ, മുഖാമുഖ സ്റ്റേജുകളിലൂടെ ഈ രാജ്യത്തെ പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ വിചാരധാര അരക്കി തുറപ്പിക്കുവാൻ ആദർശ പടയോട്ടം നടത്തിയ 6000-ഓളം വരുന്ന പണ്ഡിതന്മാരെ കൈകളിലേക്ക് കൈമാറുന്ന ആ പരിശുദ്ധമായ ബുഖാരി പാഠശാലക്ക് കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന പ്രഭാതം. ആ പ്രഭാതത്തിൽ നമ്മുടെ വീടുകളിലെത്തുന്ന പത്രം വായിച്ചിട്ടുണ്ടോ? ആ പത്രത്തിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന കാണാം. തവസ്സുൽ ഇസ്തിഗാസ പഠിപ്പിക്കുന്ന പാഠശാലയുടെ പ്രഭാതം. അന്ന് നമ്മുടെ വീട്ടിലെത്തിയ പത്രത്തില് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയാൽ ഇടപെടുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയുണ്ട്. കാർഷിക വിളകൾക്ക് വില കൂടിയാൽ, കാർഷിക വിളകൾക്ക് വില കുറഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുന്ന പണ്ഡിതന്റെ ധർമ്മം നിർവഹിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തന പ്രതിഷേധ പ്രസ്താവനകളുണ്ട്. ഇത് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ മാതൃകയാണ്. ആത്മീയതയുടെ അടിത്തറയിൽ ചിലവാകപ്പെട്ട ആത്മീയ പ്രബോധനത്തിന്റെ പ്രവർത്തനമാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾ? ഒരു കാലത്ത് കേരളത്തിന്റെ കവലകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ, മതവിഭാഗീയതയുടെ പേരിൽ ആളിക്കത്തിയ സമയം കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ കവലകളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ യാത്ര, ആ യാത്രയതാ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതുവരെ കടാര കൊണ്ടും ബോംബ് കൊണ്ടും സംസാരിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ തനിക്ക് നൽകപ്പെട്ട സ്വീകരണ വേദിയിലേക്ക് കൊണ്ടുവന്ന് പരസ്പരം പുഞ്ചിരി കൈമാറിക്കുവാൻ, സ്നേഹം കൈമാറിക്കുവാൻ, ഹസ്തദാനം ചെയ്യിപ്പിക്കുവാൻ കാന്തപുരം ഉസ്താദിന് സാധിക്കുകയാണ്. അതേ സ്വയം ചിരിക്കാൻ അറിയുന്നവർക്ക് അവരനെ ചിരിപ്പിക്കാൻ കഴിയൂ എന്ന മാതൃക മലയാളിക്ക് മുമ്പിൽ കാന്തപുരം ഉസ്താദ് കൈമാറുന്നു. വി ആർ ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെയുള്ള പ്രഗത്ഭരായ സാമൂഹിക നേതാക്കള് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തെ ഇതുവരെ സാമുദായിക പണ്ഡിത മണ്ഡലങ്ങളിൽ നിന്ന് കാണാൻ കഴിയാത്ത മഹത്തായ വിപ്ലവത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ മാർക്കിടുകയാണ്. പ്രഗത്ഭരായ പൊതുപ്രവർത്തകന്മാർ മുഴുവനും കാന്തപുരം ഉസ്താദിന്റെ അത്തരം ഇടപെടലുകളെ ശ്ലാഘിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ്. ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിന്റെ വിശദമായ വിലയിരുത്തലുകൾ കൊണ്ട് കഴിഞ്ഞ 33 വർഷക്കാലം ഇത്തരം മഹനീയമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മർക്കത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രേരണ എന്നിലുണ്ടായത് ബഹുമാന്യനായ AP ഉസ്താദിന്റെ സാന്നിധ്യം ഈ സദസ്സിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹവുമായി വ്യക്തിപരമായി ഇടപഴകാൻ മർക്കസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോയി, കോഴിക്കോട്ട് പോയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹവുമായി സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ സംസാരത്തിന്റെയും ആ വ്യക്തിപരമായ അടുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ, വിദ്യാഭ്യാസ മേഖലയുടെ മഹത്വത്തിലൂടെ ആ അറിവിന്റെ എല്ലാ സാരാംശങ്ങളും ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നിട്ട് കൊടുക്കുന്നതിൽ ബഹുമാനായ ഉസ്താദ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല,
മാത്രമല്ല, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. ധർമ്മത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. ആ ആദർശപരമായ ആശയപരമായ മൂല്യത്തകർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തമായ നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹങ്ങളും സമുദായങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സംഘർഷമായ അന്തരീക്ഷമുണ്ടാകുമ്പോൾ ആ സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നു എന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനായി ഉസ്താദിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉസ്താദ് മസ്കത്തിന്റെ മാത്രം ഒരു സമ്പത്തല്ല, ഉസ്താദ് ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ സമ്പത്തല്ല. ഇന്ത്യയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ബഹുമാനിക്കുന്ന ബഹുമാനായ എപ്പി ഉസ്താദിനെ ഞാൻ അഭിമാനത്തോടു കൂടി പറയും. എന്റെ കൂടി ഉസ്താദ് എന്ന് പറയാനുള്ള അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കാണാറുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രയോജനവും കൊടുക്കാൻ പലപ്പോഴും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം നിങ്ങളെ പോലെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അറിഞ്ഞ് സഹായിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അതിൽ വീഴ്ച പറ്റിയാൽ അതിന്റെ പേരിൽ ദോഷം സംഭവിക്കുന്നത് ഉസ്താദോ അല്ലെങ്കിൽ മർക്കസോ അല്ല, നേരെ മറിച്ച് സഹായം ചെയ്തു കൊടുക്കേണ്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് എന്ന തിരിച്ചറിവ് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇന്ന് തയ്യാറായിട്ടുണ്ട് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെയും ആ മഹത് വ്യക്തിയുടെയും വലിപ്പത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമുദായമേ നമുക്ക് അഭിമാനിക്കാം. സയ്യിദ് അലവി മാലിക്കുമൊക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം. അല്ലാഹു അക്രമക്കും ബിഹി, അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചത്, അല്ലാഹു നമ്മെ ആദരിച്ചത് സമകാലികമായി അല്ലാഹു നൽകിയ നിഅമത്താണ് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓ സമുദായമേ, ആ സമുദ്ധാരണങ്ങൾക്ക് നമ്മൾ കരുത്തു പകരുക, സഹായങ്ങൾ നീട്ടുക. ആ നിറഞ്ഞ വയോധികരായ പണ്ഡിത പ്രതിഭ കുടുംബത്തിനു വേണ്ടി യാത്ര ചെയ്ത് കരഞ്ഞുണങ്ങി ത്യാഗപൂർണമായി യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ കഴിയുന്ന സംഭാവനകളും സഹായങ്ങളും പ്രാർത്ഥനകളും നമ്മൾ കൈമാറുക. ഇതൊരു ചെറിയ കാര്യമല്ല. കാന്തപുരം ഉസ്താദ് കടന്നു ചെന്ന സംഘർഷ ഭൂമി കേവലം കേരളത്തിന്റെ ഇട്ടാവട്ടമല്ല, കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാശ്മീരിലെ അപക്വമതികളായ മുസ്ലിം ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങള് ലോകത്താകമാനം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചപ്പോൾ തീപാറുന്ന കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ ആയുധമെടുത്ത മുസ്ലിം യുവാക്കളുടെ മുന്നിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നു. തന്റെ വശ്യമായ ഹിന്ദിരിയോട് സ്നേഹവിപ്ലവത്തിന്റെ സാരഥിയായി കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ ചെന്നു. ആ യുവ മനസ്സുകളോട് കാന്തപുരം ഉസ്താദ് സംവദിച്ചു, ഓ മക്കളെ, ഇത് മതമല്ല, ഇത് ധർമ്മമല്ല, ഇത് രാജ്യസ്നേഹമല്ല, രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കാശ്മീരിന്റെ കലാപമണ്ണിലൂടെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് നടത്തിയ കാശ്മീർ യാത്രയുടെ ചെറിയ ഭാഗങ്ങൾ. പൂഞ്ചിലേക്കുള്ള പ്രയാണം.
കാന്തപുരം ഉസ്താദിനെ ലക്ഷക്കണക്കായ മലയാളികൾക്ക് മാത്രമല്ല പരിചയം, വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ SI മുതൽ കാർഗിൽ മലമടക്കുകളിലെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് വരെ പരിചയമുള്ള പ്രവാചകന്മാർ രചിച്ച പ്രബോധനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമകാലിക സമുദായം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന വിപ്ലവകാരി ശൈഖുനാ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ എന്തുകൊണ്ട് ആ വിജയം നേടിയെടുത്തു? അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളെ മാതൃകയായി സ്വീകരിച്ചു. ആ പ്രവാചകന്മാർ പ്രസരണം ചെയ്ത ആത്മീയതയെ മാറോട് ചേർത്ത് വെച്ചു. ആത്മീയത ഉമ്മത്തിലേക്ക് പ്രസരണം ചെയ്ത പൗരാണിക മുസ്ലിം സച്ചരിത വഴികളെ മാതൃകയായി സ്വീകരിച്ചു. എന്നാൽ മൗലവിമാർ സ്വീകരിച്ച സംസ്കാരം ആരുടേതാണ്? കാന്തപുരം ഉസ്താദും അഹ്ലുസുന്നയും സ്വീകരിച്ച സംസ്കാരമല്ല, പടിഞ്ഞാറുകാരന്റെ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച സംസ്കാരം തലപ്പാവിന്റെ സംസ്കാരമാണ്, നീളക്കുപ്പായത്തിന്റെ സംസ്കാരമാണ്. ആധുനിക വഹാബികൾ KM മൗലവി തിരികൊളുത്തിയ വൈകൃതമായ നശീകരണ വിപ്ലവത്തിന്റെ ആധുനിക രൂപങ്ങൾ എങ്ങനെയെന്ന് സ്വന്തം നേതാവിനെ അനുയായി പരിചയപ്പെടുത്തുന്നതിലൂടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. ഒരൊന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ, യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തെക്ബീറുകളില്ല, നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? എന്നാൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായിയല്ല. തലപ്പാവിന്റെ പ്രൗഢിയുള്ള, നീളക്കുപ്പായത്തിന്റെ ഉജ്ജ്വലതയുള്ള മഹത്തായ സംസ്കാരങ്ങളും ആത്മീയതയും ലോകത്ത് പ്രകാശിപ്പിച്ച, ലോകത്തിന്ന് വരെ ഒരാളും യാത്ര ചെയ്യാത്ത വേഗത കൂടിയ വാഹനപ്പുറത്ത്, വില കൂടിയ വാഹനപ്പുറത്ത്, ഇതുവരെ ഒരാളും കടന്നു ചെല്ലാത്ത മേഖലകളിൽ أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ഇന്ന് വരെ ഒരാളും യാത്ര ചെയ്യാത്ത വേഗത കൂടിയ വാഹനപ്പുറത്ത്, ഏറ്റവും വില കൂടിയ വാഹനപ്പുറത്ത്, ഇന്ന് വരെ ഒരു യാത്രികനും കടന്നുവല്ലാത്ത പരിശുദ്ധങ്ങളിൽ കടന്നുപോയ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നേതാവിന്റെ അനുയായികളാണ് മുസ്ലിം ഉമ്മ. ആ മുസ്ലിം ഉമ്മത്തിന് ആധുനികമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? ആ പ്രവാചകന്റെ താടി സ്വീകരിച്ചവരാണ്, ആ പ്രവാചകന്റെ തലപ്പാവ് ഏറ്റെടുത്തവരാണ്, ആ പ്രവാചകന്റെ നീളക്കുപ്പായം ഏറ്റെടുത്തവരാണ്, ആ പ്രവാചകന്റെ ആത്മീയത കൈയൊഴിക്കാത്തവരാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് അധികാരികളുടെ അകത്തളങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ വൈദേശിക ഭരണാധിപന്മാരുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടകളിലോ, ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളിലോ, മന്ത്രിമാരുടെ അകത്തളങ്ങളിലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ, അതുപോലെ APJ അബ്ദുൽ കലാമിന്റെ മുമ്പില് എവിടെ കടന്നു ചെന്നാലും ആ തലപ്പാവ് കൈയൊഴിക്കില്ല, ആ നീളക്കുപ്പായം കൈയൊഴിക്കില്ല. അതേ അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആ അമ്പിയാക്കളുടെ പ്രാതിനിധ്യം പൂർത്തീകരിക്കണമോ, ആത്യന്തികമായി വേണ്ടത് ആ പ്രവാചകന്മാർ പ്രതിഫലിപ്പിച്ച ആത്മീയത സ്വീകരിക്കലാണ്. പക്ഷേ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ആ ആത്മീയതയെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ വഹാബികൾ ചെയ്ത പണി എന്താണെന്നറിയുന്നത്? ആ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തുകയാണ്. ആ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തുകയായിരുന്നു. 2009 ജനുവരി മാസത്തിലെ ശബാബാണ് എന്റെ കയ്യിലുള്ളത്. ആ ശബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ മാതൃക, നീളക്കുപ്പായത്തിന്റെ മാതൃക ഏറ്റെടുത്തുകൊണ്ട് കാന്തപുരം ഉസ്താദ് പ്രവാചകന്റെ സുന്നത്തിനെ പുനർജീവിപ്പിച്ചപ്പോൾ ശബാബ് എഴുതിയത് എന്താണെന്നറിയുന്നത്? കേരള മുസ്ലിങ്ങളിലെ പൗരോഹിത്യത്തിന്റെ ആൾരൂപമായ കാന്തപുരം മുസ്ലിയാർ പല വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ക്രൈസ്തവ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ബാഹ്യമായി നോക്കിയാൽ അദ്ദേഹത്തിന്റെ വേഷം തന്നെ ഒരു പാതിരിയുടേതാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ പണ്ടുകാലങ്ങളിലും ഇപ്പോഴും സ്ത്രീകൾ നമസ്കാര സമയത്ത് നമസ്കാരക്കുപ്പായം ധരിക്കാറുണ്ട്. തുണിയും ഷർട്ടും ഇടുന്ന മലയാളി ദേശത്തിനു പകരം കാന്തപുരം മുസ്ലിയാർ എന്ന പുരോഹിതൻ ലോഹയെപ്പോലുള്ള കണ്ടാൽ നമസ്കാരക്കുപ്പായമെന്ന് തോന്നിപ്പിക്കുന്ന നീളൻ കുപ്പായമണിഞ്ഞാണ് സാധാരണ
സംസ്കാരമാണ് നടന്നു കാണുന്നത്. മലയാളി സ്വത്വബോധത്തെയും മലയാളി മുസ്ലിമിന്റെ മതാചാരത്തെയും ദീർഘകാലമായി വെല്ലുവിളിക്കുന്ന ഈ പാതിരി ഒരു മനുഷ്യ ദൈവത്തെ പോലെ ആജ്ഞാപിക്കുകയും ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. ഓ വഹാബികളെ, ഓ നശീകരണ വിപ്ലവകാരികളെ, നിങ്ങൾ മലയാളി സ്വത്വബോധം എന്ന് പറയുന്നത്, മലയാളി ദേശം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കട്ടുമുടിക്കാൻ കടന്നു വന്ന ബ്രിട്ടീഷുകാരന്റെ സംസ്കാരമാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് സ്വീകരിച്ച ജീവിത ശൈലി, അവിടുത്തെ വസ്ത്രധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരമാണ്, ആത്മീയതയാണ്. അതാശൈവത്വമല്ല, ആത്മീയതയുടെ പവറാണ്. എന്നാൽ സഹോദരന്മാരെ, ഇത് ഞങ്ങളുടെ അവകാശവാദമല്ല. കാന്തപുരം ഉസ്താദിന്റെ കുപ്പായം പാതിരിയുടേതാണ് എന്ന് എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തിയ മടവൂര് മുജാഹിദുകാരാ, നിന്റെ നേതാവല്ലേ എടവണ്ണക്കാരൻ സുല്ലമി, അയാള് പറയുന്നുണ്ട് നിനക്ക് കിട്ടിയ കുപ്പായം മലയാളികളുടേത് എന്ന്. നീ പരിചയപ്പെടുത്തിയ കുപ്പായ ആരതാ? പടിഞ്ഞാറുകാരൻ്റെതാണ്, ബ്രിട്ടീഷുകാരൻ്റെതാണ് എന്ന് പറയുന്നത് സാക്ഷാൽ നിന്റെ നേതാവ് എടവണ്ണക്കാരനായ അബ്ദുസ്സലാം സുല്ലമിയാണ്. ഞാനും നിങ്ങളും ധരിച്ച വസ്ത്രമല്ല നബി ധരിച്ചത്, ഇത് ബ്രിട്ടീഷുകാരുടെ ഏകദേശം സമ്പ്രദായം. നബി ധരിച്ച വസ്ത്രം എന്ന അറബികളെ മാതിരി നീണ്ട കുപ്പായാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീളക്കുപ്പായം മാത്രമല്ല, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷായി അബ്ദുസ്സലാം സുല്ലമി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷം തൊപ്പിയായിരുന്നു, അതിന്റെ മുകളിൽ തലപ്പാവായിരുന്നു. മൗലവിക്ക് കിട്ടിയത് അമേരിക്കൻ ഏമാന്റെ, ബ്രിട്ടീഷ് മാതാമയുടെ, ബ്രിട്ടീഷ് വെള്ളക്കാരന്റെ സംസ്കാരമാണെന്നും മൗലവി സ്വയം സമ്മതിക്കുന്നു. അതുപോലെ നബി തൊപ്പിട്ടിരുന്നു, അതുപോലെ തന്നെ നബി തലപ്പാവ് ധരിച്ചിരുന്നു. എവിടെ പോയി സുല്ലമി നിങ്ങളുടെ തലപ്പാവ്? ആരാണ് സുല്ലമി നിങ്ങളെ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ചത്? സാക്ഷാൽ വെള്ളക്കാരനല്ലേ. എന്നാൽ വെള്ളക്കാരനെ വിറകൊള്ളിച്ച തലപ്പാവ് ഉമർ ഖാദിയുടേതാണ്, വെള്ളക്കാരനെ വിറകൊള്ളിച്ച തലപ്പാവ് ആലി മുസ്ലിയാരുടേതാണ്, വെള്ളക്കാരനെ വിറകൊള്ളിച്ച തലപ്പാവ് അത് മമ്പുറം തങ്ങളുടേതാണ്. പടിഞ്ഞാറുകാർ നിന്റെ തലയിൽ നിന്ന് തലപ്പാവ് തെറിപ്പിച്ചുവല്ലേ, പടിഞ്ഞാറുകാരൻ നിന്നെ കൊണ്ട് ബ്രിട്ടീഷുകാരന്റെ വസ്ത്രം ധരിപ്പിച്ചുവല്ലേ. എന്നിട്ട് ഉമ്മത്തിന്റെ മാറിടത്തിൽ കയറി ലജ്ജയില്ലാതെ ഉമ്മത്തിനെ വെല്ലുവിളിക്കുന്ന ധിക്കാരികളാകുന്നു അല്ലേ. എന്നാൽ കാലഘട്ടത്തെ കാന്തപുരം ഉസ്താദ് തിരിച്ചിരിക്കുകയാണ്. അഭിനവ നവോത്ഥാനകാരികളെന്ന നശീകരണ വിപ്ലവകാരികളെ, നിങ്ങൾ കുഴിച്ചുമൂടിയ ചരിത്രത്തിന്റെ സുന്ദരമായ പാഠഭാഗങ്ങൾ ഇന്ന് സമുദായം ലളിതമായും സത്യസന്ധമായും പഠിച്ചത് പുലരുക, അത് പുകരുക, അത് പുൽകുകയാണ്, അത് സ്വീകരിക്കുകയാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പരിശുദ്ധമായ പ്രവർത്തനത്തിന്റെ ദഅവാ പ്രാതിനിധ്യം സാധുക്കളായ ഞങ്ങളൊക്കെ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പാഠശാലയിൽ കടന്നു ചെല്ലുന്ന സമയത്ത് ആദ്യമായി അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യ സന്ദേശമാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അല്ലയോ ജനങ്ങളെ, വിശാലമായ പ്രപഞ്ചത്തിന്റെ പതനങ്ങളിൽ ജീവന്റെ കണിക ബാക്കിയുള്ള മുഴുവൻ ജീവജാലങ്ങളിലേക്കും കരുണ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശം, ആ കാരുണ്യ സന്ദേശമാണ് ശൈഖുന ഞങ്ങൾക്ക് കൈമാറാറുള്ളത്. അത് കൈമാറുന്നു എന്ന് മാത്രമല്ല, അത് പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാല ശൈഖുന കാന്തപുരത്തിന്റെ കർമ്മ പദ്ധതികളിൽ ആ കാരുണ്യത്തിന്റെ നിറച്ചാർത്തുകളുണ്ട്. മർക്കസിന്റെ കഴിഞ്ഞകാല സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സൗജന്യമായ നേതൃചികിത്സാ ക്യാമ്പുകളിൽ സെലക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് സൗജന്യമായി ഓപ്പറേഷൻ നടത്തിയിട്ട് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന രോഗികളാരാണ്? വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് രാമായണം പാരായണം ചെയ്യുന്നവനുണ്ട്, ബൈബിൾ വായിക്കുന്നവനുണ്ട്, അതിരാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സാധുക്കളായ മുസ്ലിങ്ങളുണ്ട്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ജീവന്റെ കണികവാകിയുള്ള ജീവജാലങ്ങളിലേക്ക് കരുണ ചെയ്യണമെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം അനർത്ഥമാക്കുന്ന ശൈഖുന, അതുപോലെ സൗജന്യമായ ബൈപ്പാസ് ഓപ്പറേഷനുകളിലൂടെ ജീവിതത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവന്നപ്പോ അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവനുണ്ട്, മതമുള്ളവനും മതമില്ലാത്തവനുമുണ്ട്. നിങ്ങൾക്കറിയുമോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചാരത്തുള്ള കുഷ്ഠരോഗ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലെ വൃദ്ധന്മാരായ രോഗികള്, ശരീരത്തിൽ നിന്ന് നിറഞ്ഞൊലിക്കുന്ന രക്തവും ജലവും ചാലിത്തൊഴുകുന്ന സാധുക്കളായ ഹതാശയരായ രോഗികള്, അതാ തങ്ങൾക്ക് കുടുംബത്തിന് ആ രോഗികൾ ബാധ്യതയായി മാറിയപ്പോൾ, നാട്ടുകാർക്കത് ബാധ്യതയായി മാറിയപ്പോൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ കൊണ്ടുവന്നാക്കിയ കുഷ്ഠരോഗികള്, അവർക്കൊരു സുന്ദരമായ പുഞ്ചിരി കിട്ടാറില്ല, സുബുദ്ധമായ ഭക്ഷണം കിട്ടാറില്ല. കാന്തപുരം ഉസ്താദിന്റെ കാരുണ്യ മനസ്സ് ആ ഹതാശയരുടെ നേരെ തിരിയാതിരുന്നില്ല. അവിടെ ചെന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിലൂടെ കാന്തപുരം ഉസ്താദ് ആ രോഗികൾക്ക് മരുന്നെത്തിക്കുകയാണ്, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഉദാരമതികളായ ജനമനസ്സുകളിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ ഓരോ പ്രവർത്തന പദ്ധതികൾക്കും അതിന്റേതായ ഫണ്ടുകൾ സ്വീകരിച്ചു. ഒന്നും വകമാറി ചെലവഴിക്കാതെ കാന്തപുരം ഉസ്താദ് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെലവും രക്തവും ചാലിത്തൊടുകുന്ന ഹതാശയരായ കുഷ്ഠരോഗികളുടെ കൈത്തരങ്ങൾ സുരക്ഷമായ ഭക്ഷണത്തളികയിലേക്ക് നീട്ടുന്നത് കണ്ടുകൊണ്ട് പണ്ഡിത ധർമ്മം നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടുകൂടെ അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു പണ്ഡിതൻ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ അഭിവന്യരായ ഞങ്ങളുടെ ഗുരുവര്യരോ ശൈഖുനാ കാന്തപുരമെത്തി അബൂബക്കർ മുസ്ലിയാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കവലയിൽ ഞങ്ങളെ സഹായിച്ച കഴിഞ്ഞകാല പടയോട്ടത്തിന്റെ കർമ്മശേഷി നൽകിയ സഹോദരങ്ങളെ, നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളറിഞ്ഞ ഒരു നാണയത്വം വെറുതെ ആയിട്ടില്ല, അത് ഈ രാജ്യത്ത് അർഹതപ്പെട്ട ജനമനസ്സുകളിലേക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട്. കാലം വിതച്ച വൈകൃതങ്ങളിൽ മനംനൊന്ത് പലപ്പോഴും ഇവർ കണ്ണീർ വാർക്കുമ്പോൾ കണ്ണീരൊപ്പാൻ മാലാഖമാർ കണക്കെ ദേവാസിൽ പ്രവർത്തകർ അവരെ തേടിയെത്തുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ കണക്കെ വെള്ളവസ്ത്രധാരികളായി ഓരോ രോഗികളുടെയും അടുക്കൽ ചെന്ന് മനസ്സു തുറപ്പിക്കുമ്പോൾ അറിയാതെ തുറന്നു പോവുകയാണ് ഈ രോഗികൾ അവരുടെ ലോല മനസ്സ്. വീട്ടുകാര്യങ്ങളും രോഗവിവരങ്ങളും ആരായുമ്പോൾ അവർ പ്രതീക്ഷയുടെ പുഞ്ചിരിയോടെ അവ വിവരിക്കുന്നു. ശിഷ്ടാവ് തന്ന പരീക്ഷണത്തിൽ നാം അവനെ പഴിക്കാതെ മോചനത്തിന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് അവരെ സമാശ്വസിപ്പിക്കുമ്പോൾ തുറന്ന മനസ്സോടെ വലിയ പ്രതീക്ഷയോടെ അവരത് കേട്ടിരിക്കും. കാലങ്ങളോളമായി ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ടി വന്നതിനാൽ നാവിലുള്ള സ്വാദിഷ്ടത നഷ്ടപ്പെട്ട ഇവർക്ക് ഗവൺമെന്റ് നൽകുന്ന ഭക്ഷണം പലപ്പോഴും രുചിയറിയാതെ വന്നപ്പോൾ അവർ ഈ സുമനസ്സുകളായ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു, ഒരു ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ. സ്വന്തം മാതാപിതാക്കളെ പോലെ കാണുന്ന ഈ രോഗികളുടെ ആവശ്യം അവർ തള്ളിയില്ല. സ്ഥായിയായ ഫണ്ടില്ലാതിരുന്നിട്ടും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉദാരമതികളായ സുഹൃത്തുക്കളിൽ നിന്ന് പണം സ്വരൂപിച്ച് പലപ്പോഴായി ഇവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ വിതരണം നടത്തി. ദിവസങ്ങളിൽ ആകാംക്ഷയോടെ ഭക്ഷണപ്പൊതിയുമായെത്തുന്ന ദേവാസൽ കൂട്ടുകാരെ അവർ കണ്ണുമിഴിച്ചു കാത്തുനിൽക്കും. ഭക്ഷണപ്പൊതിയും വാങ്ങി കൈപ്പത്തിയില്ലാത്ത കൈകൾ മേൽ പോട്ടുയർത്തിയുള്ള ഇവരുടെ പ്രാർത്ഥന കണ്ണുള്ളവനെ കരയിപ്പിക്കാതിരിക്കില്ല. ഈ സാമൂഹിക വിപ്ലവ ധർമ്മം, ആ ധർമ്മം ഏറ്റെടുത്ത് കാന്തപുരം ഉസ്താദ് മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ആ പണ്ഡിതനെ കുഴിച്ചുമൂടാൻ ശ്രമിച്ച ഇരുട്ടിന്റെ കൂട്ടാളികൾ എത്രയാണ്. കുവൈറ്റിന്റെ അരമനകളിൽ, സിയാവിന്റെ തടവറകളിൽ കറുത്ത പോസ്റ്ററുകൾ ഒട്ടിച്ച് കേരളത്തിന്റെ ചുമരുകൾ മലീമസമാക്കിയ ജൂദാസിന്റെ ഏജൻസികൾ എല്ലാവരും ആഗ്രഹിച്ചത് ആ പണ്ഡിതന്റെ രക്തമായിരുന്നു, ആ പണ്ഡിതന്റെ മാംസമായിരുന്നു. എല്ലാവിധ ചതിക്കുഴികളിൽ നിന്നും എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പതറാതെ കാൽ മുന്നോട്ട് നയിക്കാൻ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞു. പലപ്പോഴും കേരളത്തിന്റെ കവലകളിലും തീറിപ്പാഞ്ഞു വന്ന ദുരാരോപണങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അവിടുത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കായ വിശ്വാസികളുടെ അനുയായികളുടെ മനസ്സ് പതറിച്ചപ്പോൾ ആ മനസ്സുകൾ പതറിയപ്പോൾ പതറാത്ത മനസ്സോടെ പ്രബുദ്ധ മലയാളികളിൽ നഷ്ടപ്പെടാത്ത പുഞ്ചിരിയുമായി കാന്തപുരം ഉസ്താദ് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് കരുത്തു പകർന്നത് എന്താണെന്ന് അറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അധ്യാപനമാണ്. പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ആയിരക്കണക്കായ കേരളത്തിലെ നൂറുകണക്കായ അനാഥാലയങ്ങളുടെ മുറ്റത്ത് നിന്ന് ആയിരക്കണക്കായ നിഷ്കളങ്കരായ ടീമുകള് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുന്ന കൈത്തലങ്ങള്, ആ കൈത്തലങ്ങളോടുകൂടെ നിറഞ്ഞ മനസ്സുകളിൽ നിന്ന് നിർഗളിക്കുന്ന ആ പണ്ഡിതന് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് ആ കുഞ്ഞിളം മനസ്സുകളുടെ കുഞ്ഞിളം ചുണ്ടുകളും കുഞ്ഞിളം കൈത്തലങ്ങളും റബ്ബിന്റെ ദർബാറിലേക്ക് ഉയരുമ്പോൾ ആ പ്രാർത്ഥനാ വചസ്സുകൾക്ക് ആ കുഞ്ഞുമക്കളുടെ കൺതടങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ
കണ്ണുനീര്, അതാ ചാലിട്ടൊടുക്കുന്ന കണ്ണുനീര്, അതിന് പിന്തുണ നൽകുമ്പോൾ ആ പ്രാർത്ഥന റബ്ബിന്റെ അർശിൽ മുട്ടാതിരിക്കില്ല എന്ന ഉജ്ജ്വല വിശ്വാസം ആ പണ്ഡിതനുണ്ടായിരുന്നു. ആ പ്രാർത്ഥന അതുപോലെ കേരളത്തിന്റെ നൂറുകണക്കായ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കായ വിധവകളുടെ, ആയിരക്കണക്കായ വൃദ്ധന്മാരുടെ, ആയിരക്കണക്കായ സാദാത്തുക്കളുടെ, മുത്തഅല്ലിമീങ്ങളുടെ, ആലിമീങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ലോകത്താകമാനമുള്ള പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. പോരാ സഹോദരന്മാരെ, ഈ സമുദായത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആ പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സമുദായത്തിന് വേണ്ട ഒരു പണ്ഡിത മഹാനെന്ന നിലക്ക് അദ്ദേഹത്തിന് വേണ്ടി ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ സമുദായം മാത്രമല്ല, കാന്തപുരം ഉസ്താദിന്റെ കാരുണ്യ സ്പർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും കാന്തപുരം ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ ഹിന്ദുവുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസ്ലിമുണ്ട്, മാനസികത വറ്റി വരണ്ടു പോകാത്ത മുഴുവൻ മനുഷ്യരുടെയും മനസ്സറിഞ്ഞ പ്രാർത്ഥന. അവരവരുടേതായ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പണ്ഡിത ധർമ്മത്തിന്റെ മഹത്തായ വ്യാപ്തിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട് കുഷ്ഠരോഗ ഹോസ്പിറ്റല് ക്രൈസ്തവനായ രോഗി തന്റെ ദൈവത്തോട് ആ പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയഹാരിയായ രംഗം. പടച്ചതമ്പുരാനെ, ഈ ദുനിയാവില് എന്ത് തെറ്റിയെല്ലാം പുറത്ത് ആ നേരായ വഴിയിൽ കൂടി ആ പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് വിളിക്കാൻ കൃപയുണ്ടായിരിക്കണമേ. ദുനിയാവില് വളരെ കാലം ജീവിക്കാനുള്ള അനുഗ്രഹം ചെയ്യുമാറാകണേ തമ്പുരാനെ. എത്രയോ ആളുകൾ നമ്മളെ ആ സ്ഥാപനത്തെ സാമ്പത്തികമായി സഹായിച്ച് ഇനി വിശ്രമിക്കുന്നുണ്ടായി ക്ഷണിച്ചിട്ട് ആ പ്രിയപ്പെട്ടവരെയും ഒന്ന് സഹായിക്കുന്നവരെയും അങ്ങ് ഓർക്കണമേ. നിങ്ങൾ ഏവരെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉസ്താദിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മനസ്സാക്ഷി മരവിച്ചു പോകാത്ത മനുഷ്യരുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന കർമ്മ പദ്ധതികൾ, ഈ രാജ്യത്തിന്റെ പ്രവർത്തന പദ്ധതികളിൽ ഒരു പണ്ഡിതൻ നൽകുന്ന സേവന വിപ്ലവങ്ങൾ, ആത്മീയതയുടെ രഹസ്യത്തിലേറി ഒരു ഉമ്മത്തിനെ സമുദ്ധാരണത്തിന്റെയും അസ്തിത്വ വീണ്ടെടുപ്പിന്റെയും വഴികളിൽ ആനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതന്റെ ജീവിത ചരിത്രങ്ങളുടെ ഹ്രസ്വമായ വിവരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് സമൂഹം ഏറ്റെടുക്കുകയാണ്. ഇന്ന് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ആ പണ്ഡിതന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി, മതമൈത്രിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി, കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സംഘാടന മികവ് അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ബഹുമാന്യായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ. ഇത് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് തന്നെ സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭമായിട്ടാണ് മർക്കസിന്റെ പ്രവർത്തനത്തെ ഇന്നത്തെ സമൂഹം നോക്കിക്കാണുന്നത്. മതേതരത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാമുദായിക മൈത്രിക്ക് വേണ്ടിയിട്ടുമുള്ള പതാക ഉയർത്തിപ്പിടിക്കുവാൻ മർക്കസിന് സാധിച്ചു എന്നതാണ് മർക്കസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാമുദായിക സ്പർദ്ധക്കിടവരുത്തുന്ന ഒരു സംഭവത്തിലും മർക്കസോ അതിൽ ഉൾപ്പെടുന്നവരോ പങ്കാളികളായി എന്നൊരു ആക്ഷേപം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല. സ്വന്തം മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിനും ആ മതവിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് സ്വന്തം മത അനുയായികളെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരുന്നതിനും മർക്കസ് വളരെയധികം പരിശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. മർക്കസ് എന്ന സ്ഥാപനം പടുത്തുയർത്തുന്നതിനും ധാരാളം പേരെ മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും മതപഠനം ചെയ്യിക്കുന്നതിനുമെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വപരമായ പങ്കാണ് കഴിഞ്ഞ കാലത്തൊക്കെ വഹിച്ചു വന്നിട്ടുള്ളത്. ഇതിന്റെ ഫലമായി അദ്ദേഹത്തിന് വലിയൊരു ശിഷ്യസമ്പത്തിനെ നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. ദേശീയ തലത്തിലും ഇന്ന് മുസ്ലിം ലോകത്തും അദ്ദേഹം വളരെയധികം അംഗീകാരം നേടുകയും അറബ് രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വളരെയധികം അനുയായികളെ സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിന്റെ വാഗ് വൈഭവവും അദ്ദേഹത്തിന്റെ വിവിധ ഭാഷാ പാണ്ഡിത്യവും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, പണ്ഡിതോചിതമായി സ്വീകരിക്കുന്ന നിലപാട്, ഇതിനെല്ലാം ഫലമായിട്ട് മറ്റ് പലരിൽ നിന്നും അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും നല്ല ഒരു സംഘാടകൻ കൂടിയാണ് ശ്രീ അബൂബക്കർ മുസ്ലിയാർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത്തരത്തിലൊരു സംഘടനാ കഴിവ് കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മർക്കസിനെ ഇത്തരം ഒരു ഉയരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലുള്ള
അനന്തര സാധാരണമായൊരു സംഘടനാ പാഠവും കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം വഴി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പലപ്പോഴും മതപരമായിട്ടുള്ള വൈര്യങ്ങൾ ഉടലെടുക്കുമ്പോഴും സാമുദായികമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും വർഗീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും മതസൗഹാർദ്ദത്തിന് വേണ്ടി രംഗത്തിറങ്ങുവാൻ ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർ എപ്പോഴും നേതൃത്വപരമായ പങ്ക് വഹിച്ച് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം അനുയായികളുള്ള ഒരു സ്ഥാപനത്തെയും ഒരു സംവിധാനത്തെയും ഉണ്ടാക്കാൻ സാധിച്ച ശ്രീ കാന്തപുരം അബൂബക്കർ മുസലിയാർക്ക് കേരളത്തിൻ്റെ പൊതുപുരോഗതിയിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും സാധിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. പ്രവാചകന്മാരുടെ പിൻഗാമികളായി പ്രവർത്തന രംഗത്തിറങ്ങേണ്ട പണ്ഡിത മാതൃക, അത് ആത്മീയത കൈയൊഴിക്കാതെയുള്ള സാമൂഹിക വിപ്ലവമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാഘോഷ ദിനത്തിൽ അറേബ്യയുടെ തെരുവുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ മുമ്പിൽ കണ്ട വിശാലമായ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ടുപോയ കുട്ടിയെ കാണുന്ന അല്ലാഹുവിന്റെ റസൂൽ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോനെ കരയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് ആ കുട്ടി പറയുന്നത്, എന്റെ കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പിതാവ്, ആ പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര ചോദിച്ചതിനു ശേഷം ആഘോഷങ്ങളും സന്തോഷങ്ങളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം തരാൻ, സുന്ദരമായ വസ്ത്രം തരാൻ പിതാവിന്റെ വിയോഗമേൽപ്പിച്ച ആഘാതത്തിൽ എന്റെ ഉമ്മക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുഞ്ഞുമോന്റെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം വീട്ടിലേക്ക് കടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആയിഷ, ഇന്നൊരു പെരുന്നാൾ സമ്മാനമുണ്ട് ആയിഷ. ബഹരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലേക്ക് ആ കുട്ടിയെ കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്ന സമയം പരിസരം മറന്ന കുട്ടിയോടുകയാണ് കൂട്ടുകാരുടെ മുമ്പിലേക്ക്. ആ കുട്ടി പറയുന്നു, കൂട്ടുകാരെ, ആയിഷ ഉമ്മയ്ക്ക് ഭക്ഷണം തന്നു കൂട്ടുകാരെ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് കൊടുത്തു തന്നു കൂട്ടുകാരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച മാതൃക അല്ലയോ സഹോദരന്മാരെ, അനവകാഫിറുൽ യതീമി ഫിൽ ജന്നതി ഹഖദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗലോകത്തിൽ പ്രകാരമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്റെ രണ്ട് കൈത്തലങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രചോദനം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമേ, ഒരു മാസത്തിൽ ഒരു നേരമെങ്കിലും ഒരു ടീമിനെ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ജീവിത ചുറ്റുപാടുകളുമായി മല്ലടിക്കുന്ന സഹോദരന്മാരെ, സ്വന്തം മക്കൾ അല്ലാഹു തആല തന്നു, ആ മക്കൾക്ക് സുന്ദരമായ ഭക്ഷണങ്ങളും വസ്ത്രം കൊടുത്ത് വിദ്യ പഠിപ്പിച്ച സഹോദരങ്ങള്, ഒരു ജീവിതത്തിൽ 10 ടീമുകൾക്ക് 10 നേരം ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയില്ലേ? എന്നാൽ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പദ്ധതികള് എന്റെ മുമ്പിൽ താടിയും മുടിയും നിറച്ച കാരണവന്മാരോട് വിനയത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലുള്ള പേരക്കുട്ടി, ആ കുട്ടി വീട്ടിലുണ്ടായാൽ ആ കുട്ടിയോട് സല്ലപിക്കുന്നതിലപ്പുറം നമുക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമുണ്ടോ? കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. 24 മണിക്കൂറിലെ തന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പസമയം കണ്ടുകൊണ്ട് ആ പണ്ഡിതൻ കയറി വരുന്നത് എവിടേക്കാണ്? മർക്കസിലെ തുർക്കിയായ തീങ്കാനയുടെ തിരുമുറ്റത്തേക്ക് അല്പം മിഠായി പേക്കുമായി കടന്നു വരുന്ന ശൈഖുനയുടെ അരികിലേക്ക് കടന്നു വരുന്ന കുട്ടികളാരാണ്? മാതാവിന്റെ മടിത്തട്ടിൽ മതിവരുവോളം സല്ലപിക്കാൻ അവസരം കിട്ടാതെ അല്ലാഹുവിന്റെ വിധിക്കുത്തരം നൽകി കടന്നുപോയ പിതാവിന്റെ വിയോഗമേൽപ്പിച്ച ആഘാതത്താൽ മാതാവിന്റെ മടിത്തട്ടിൽ നിന്ന് പറിച്ചെടുത്തു പോയ പിഞ്ചോമന മക്കള് പിതാവിന്റെ കൈത്തലം പിടിച്ച് കവലയിലൂടെ കടന്നുപോയി ഒരു പീടികയിൽ നിന്ന് 10 പൈസക്ക് മിഠായി വാങ്ങിക്കുന്ന അനുഭവമില്ലാത്ത അനാഥകളാണ്. ആ മക്കളുടെ മുമ്പിലേക്ക് കാന്തപുരം ഉസ്താദ് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കടന്നു വരുന്നു. ആ പണ്ഡിതന്റെ കയ്യിലുള്ള മിഠായി വാങ്ങാൻ വേണ്ടി ഒരു
ഒരു പിതാവിനോടെന്ന പോലെ സല്ലപിക്കുന്ന മക്കളാ, ഒരു വല്ലിപ്പയോടെന്ന പോലെ സല്ലപിക്കുന്ന മക്കളാ. ആ പിതാവിന്റെ മടിയിലൊന്ന് കയറിയിരുന്ന ഒരു പിതാവിന്റെ സ്നേഹസമൃദ്ധമായ സാഹചര്യം അനുഭവപ്പെടുന്ന കുഞ്ഞുമക്കളോ, സ്വന്തം പിതാവിനോടെന്ന പോലെ വല്ലിപ്പയോടെന്ന പോലെ ആ ഗുരുവര്യരുടെ കീശയിലുള്ള പേനയെടുക്കാൻ മത്സരിക്കുന്ന മക്കളോ, അദ്ദേഹത്തിന്റെ തലോലമായ താടിരോമങ്ങളിൽ തലോടി ഒരു വല്ലിപ്പയോടെന്ന പോലെ കിന്നരിക്കുന്ന മക്കളോ, സർക്കസിലെ തീങ്കാനയിലെ നമ്മൾ കാണുന്ന രംഗങ്ങളാ. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഓ പ്രിയപ്പെട്ട സമുദായമേ, ധർമ്മത്തിന്റെ വാഹകരാവുക, നീതിയുടെ വാക്താക്കളാവുക, മൂല്യങ്ങളുടെ സംരക്ഷകരാവുക, ആത്മീയതയുടെ ആൾരൂപങ്ങളായി മാറുക. ആത്മീയ പണ്ഡിതരുടെ സാദാത്തുക്കളുടെ പിന്തലമുറയിൽ അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഉമ്മത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പണ്ഡിതന്മാരുടെ, ആ പണ്ഡിത സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ആധികാരിക സയ്യിദായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ള ആൾക്ക് പാപ്പ അല്ലാഹുവേ നീ ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ആ ആത്മീയ സയ്യിദ് ലക്ഷക്കണക്കായ സ്വലാത്ത് ഒരു ദിവസം ചുണ്ടുകളെ കൊണ്ട് ചൊല്ലി തീർക്കുന്ന സയ്യിദ്, ആ സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ കാണാൻ കഴിയാത്ത രൂപത്തിൽ ഗഹനമായ ആധികാരികമായ കിതാബുകളൊന്നും കണ്ണോടിക്കുക പോലും ചെയ്യാതെ മഹാരഥന്മാരായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളോ ഒന്ന് വായിക്കുക പോലും ചെയ്യേണ്ടതില്ലാതെ മനഃപ്പാടമായി പണ്ഡിതന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന സയ്യിദ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്തായ പാരമ്പര്യ പരിരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ, ജീവിത ബുദ്ധിമുട്ടുകളോ വാർദ്ധക്യ ബുദ്ധിമുട്ടുകളോ പരിഗണിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിയെത്തുന്ന മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ ഉള്ളാളത്തെ പാപ്പയുടെയും ശൈഖുനാ കാന്തപുരം ഉസ്താദ് മൗലാന എന്ന ഉസ്താദ് കേരളത്തിന്റെ വിവിധങ്ങളായ ഗ്രാമങ്ങളിൽ നൂറുകണക്കായ ആയിരക്കണക്കായ മദ്രസകൾ രൂപീകരിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ കവലകൾ നടന്ന് മടമ്പ് തയമ്പ് വന്നുപോയ പട്ടിണി കിടന്നും കടന്നുറങ്ങാൻ സ്ഥലമില്ലാതെയും ഈ രാജ്യത്ത് ത്യാഗം അനുവദിച്ച രണ്ട് പണ്ഡിതന്മാരിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദരണീയരായ തരുവണ അബ്ദുള്ള ഉസ്താദാണ്, മൗലാന എന്ന ഉസ്താദാണ്. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആദർശത്തിന്റെ വിപ്ലവങ്ങളിൽ ഈ ആശയത്തെ കുഴിച്ചുകൂടാൻ അറിഞ്ഞോ അറിയാതെയോ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ വെള്ളിരി പോലെ ഗർജിക്കുന്ന സിംഹമായി ആദർശ കൈരളിക്ക് നേതൃത്വം കൊടുത്ത മഹാനരായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, ഈ ഒരു പണ്ഡിത നേതൃത്വം റബ്ബ് തന്ന തണലാണ്, അല്ലാഹ് തന്ന തണലാണ്, ആത്മീയ വടവൃക്ഷങ്ങളാണ്, ആത്മീയ നിഴലുകളും തണലുകളുമാണ്. അല്ലാഹ് ഞങ്ങൾക്കത് ഉയർത്തിത്തരണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സദുദ്യമങ്ങളിലേക്ക് ശരീരം കൊണ്ട് സഹകരിക്കുക, സമ്പത്ത് കൊണ്ട് സഹകരിക്കുക. ഇതിലേക്കും നിങ്ങളറിയുന്ന ഓരോ നാണയത്തൊട്ടുകളോ നിങ്ങളുടെ പ്രവർത്തന രീതികളിലേക്ക് നിങ്ങളറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. അഹിതങ്ങളായ ഐതാമുകളുടെ പ്രാർത്ഥനകൾ, കുളിരണീക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ നിങ്ങളറിയാതെ നിങ്ങളുടെ കുടുംബത്തിലെത്താ, നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്കെത്താ, നിങ്ങളറിയാതെ നിങ്ങളുടെ വ്യവസായങ്ങളിലെത്താ. ഇതിലേക്ക് കഴിയുന്നത് പോലെ സഹായിക്കുക. വിദ്യാഭ്യാസത്തിന്റെ വിവിധ വഴികളിൽ സജീവമാകുന്ന യതീമുകൾക്ക് തൊഴിൽ പരിശീലനവും കോച്ചിംഗ് ക്ലാസുകളും നൽകുന്നു. ഇവർക്ക് വേണ്ട ഭക്ഷണം, താമസം, ചികിത്സ തുടങ്ങിയ എല്ലാം മർക്കസ് തന്നെയാണ് നൽകുന്നത്. നിങ്ങളറിയാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ പ്രാർത്ഥനയുണ്ട്. നിങ്ങളറിയാതെ ഈ പ്രാർത്ഥനാ വജസ്സുകൾ നിങ്ങൾക്ക് സലാമത്തിനുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ആത്മീയ നായകന്മാരുടെ നേതൃത്വം ഞങ്ങൾക്ക് കൂടുതൽ കാലം നിലനിർത്തി തരണേ അല്ലാഹ്. ഈ കവലയിലെ നല്ല മനുഷ്യരോട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നീട്ടിയ നാണയത്തൊട്ടുകൾക്ക്, നിങ്ങൾ നൽകിയ നല്ല വാക്കുകൾക്ക്, നിങ്ങൾ നൽകിയ നിറപുഞ്ചിരിക്ക്, കൃത്യമായ
നന്ദി അറിയിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ വരുന്ന മർക്കസിന്റെ സമ്മേളനത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് 7-ാം തീയതിയിലെ ആത്മീയ സമ്മേളനം. ആ ആത്മീയ സമ്മേളനത്തിലേക്ക് ലോകത്തറിയപ്പെടുന്ന ആരിഫീങ്ങളെത്തുന്നു, സാദാത്തുക്കളെത്തുന്നു, ആലിമീങ്ങളെത്തുന്നു, സൂഫിയാക്കളെത്തുന്നു. സങ്കടപ്പാടിന്റെ കണ്ണുനീര് പരന്നൊഴുകുന്ന പ്രാർത്ഥനാ വജസ്സുകളിൽ പങ്കാളികളാകാൻ നിങ്ങളുടെ സങ്കടങ്ങൾ ആ സദസ്സിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ജനുവരി 1, 2, 3 തീയതികളിൽ കാന്തപുരം ഉസ്താദിനെ മർക്കസിൽ ചെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ നൽകി ഇതിന്റെ പങ്കാളികളാവുക. സ്ഥാനത്തെ കുറിച്ചറിയുവാൻ, സ്ഥാപനത്തെ കുറിച്ചറിയുവാൻ, കാന്തപുരം ഉസ്താദിനെ കുറിച്ചറിയുവാൻ 7, 8, 9 തീയതികളിൽ രാജ്യത്തും പുറനാട്ടിലുമുള്ള ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളന വൈവിധ്യ പരിപാടികളിലേക്ക് നിങ്ങളെയൊക്കെ കൃത്യമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന ഖാദിമുകളായി നമ്മുടെ ഉസ്താദുമാരെയും സാദാത്തുക്കളെയും സഹപ്രവർത്തകന്മാരെയും സഹകാരികളെയും സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.